പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊരു VIP ജയിലിൽ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ജയിലിൽ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ സാപ്പാട് കൊടുക്കുന്നത് നമുക്കൊന്ന് ചോദിക്കാം. ജെമിനി, കേരളത്തിലെ ജയിലില് സാപ്പാടൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ? കേരളത്തിലെ ജയിലുകളിൽ പഴയതുപോലെ വെറും ഗോതമ്പുണ്ട മാത്രമല്ല ഇപ്പോഴത്തെ ഭക്ഷണം. ഒരു സാധാരണ മനുഷ്യന് ആവശ്യമായ പോഷകാഹാരങ്ങൾ അടങ്ങിയ വിപുലമായ ഒരു മെനു തന്നെ ഇന്ന് ജയിലുകളിൽ നിലവിലുണ്ട്. അവിടെ സാധാരണയായി ലഭിക്കുന്ന ഭക്ഷണക്രമം ഇങ്ങനെയാണ്. 1. പ്രഭാത ഭക്ഷണം, മോർണിംഗ്. രാവിലെ പല ദിവസങ്ങളിലും പല വിഭവങ്ങളാണ്. തിങ്കൾ ചപ്പാത്തിയും കടലക്കറിയും. ചൊവ്വ ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും. മറ്റു ദിവസങ്ങളിൽ ഇഡ്ഡലി, ദോശ എന്നിവ ലഭിക്കാറുണ്ട്. ഒപ്പം ചായയും ഉണ്ടാകും. 2. ഉച്ചഭക്ഷണം, ലഞ്ച്. കേരളീയ ശൈലിയിലുള്ള വിഭവങ്ങളാണ് ഉച്ചയ്ക്ക്. മലയാളി തനിമ. ചോറ്, സാമ്പാർ അല്ലെങ്കിൽ പുളിശ്ശേരി, തോരൻ, അച്ചാർ എന്നിവയാണ് പ്രധാനം. മീൻ കറി ആഴ്ചയിൽ 1-2 ദിവസം, സാധാരണ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ മീൻ ലഭിക്കാറുണ്ട്. 3. രാത്രി ഭക്ഷണം, ഡിന്നർ. രാത്രി നേരത്തെ തന്നെ ഭക്ഷണം നൽകും. ചോറും കഞ്ഞിയും അല്ലെങ്കിൽ ചപ്പാത്തിയും ഒപ്പം പച്ചക്കറി കറികളും ഉണ്ടാകും. മരച്ചീനി, കപ്പ പുഴുങ്ങിയതും ചില ദിവസങ്ങളിൽ അത്താഴത്തിന് നൽകാറുണ്ട്. 4. പ്രത്യേക വിഭവങ്ങൾ, സ്പെഷ്യൽ മെനു. മട്ടൺ. ശനിയാഴ്ചകളിൽ സാധാരണയായി മട്ടൻ കറി നൽകാറുണ്ട്. വിശേഷ ദിവസങ്ങൾ, ഓണം, ക്രിസ്മസ്, റമദാൻ തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിൽ നല്ല സദ്യയോ ബിരിയാണിയോ തടവുകാർക്ക് നൽകാറുണ്ട്. ചായ. വൈകുന്നേരം 4 മണിയോടെ ചായ ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജയിൽ കഫറ്റീരിയ. തടവുകാർക്ക് ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ജയിൽ കഫറ്റീരിയയിൽ നിന്ന് മറ്റ് ലഘുഭക്ഷണങ്ങൾ വാങ്ങാനും അനുവാദമുണ്ട്. വിയ്യൂർ, പൂജപ്പുര തുടങ്ങിയ സെൻട്രൽ ജയിലുകളിൽ തടവുകാർ തന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും ഫ്രീഡം ഫുഡ് പൊതുജനങ്ങൾക്ക് വിൽക്കാറുമുണ്ട്. ഹരീസ് ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജയിലിലെ ഈ ഭക്ഷണ സൗകര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് അറിവുണ്ടാകില്ല. ശിക്ഷ എന്നാൽ പട്ടിണിക്കിടുക എന്നതല്ല, മറിച്ച് അവരെ തിരുത്തുക എന്നതാണ് ജയിൽ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണോ? ഇതന്നെ ധാരാളമായി. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ ജയിലിന്റെ സപ്പാടൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ കമന്റുകൾ പോരട്ടെ.